ഇനി മുതൽ ജനാധിപത്യത്തിൻ്റെ നാളുകളാണ്. ജനാധിപത്യത്തിൻ്റെ സംവിധാനങ്ങൾക്ക് അനുസൃതമായി ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് പോലെ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ. വോട്ടിങ്ങിലൂടെ മുഖ്യധാരയിലേക്ക് എത്തുന്നവർ ഭരണകർത്താക്കളാകുന്നു. അങ്ങനെ ഭരണപക്ഷവും പ്രതിപക്ഷവും രൂപാന്തരപ്പെടുന്നു. ഏത് പക്ഷമെന്നതല്ല ഇവിടെ ജനങ്ങളുടെ വിഷയം. കാലാകാലങ്ങളായി വന്നുപോയ പക്ഷങ്ങളൊക്കെ ജനഹിതത്തിനനുസരിച്ച് അവരുടെ ജീവിതത്തിൽ ഉപകരിച്ചിരുന്നു എന്നതാണ് ചിന്താവിഷയം. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജനങ്ങളും അവർ തെരഞ്ഞെടുക്കുന്ന ജനകീയൻ ജാതി മത വകഭേദങ്ങളില്ലാതെ ഈ ഇടവകയുടെ ജനകീയ മണ്ണിൽ ഒരുമിച്ച് ചേർക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഈ വിധിന്യായത്തെ വെല്ലുന്ന ഒരു വിധാനവും ഈ പ്രപഞ്ചത്തിൽ ഇന്ന് വരെ ധ്വനിച്ച് കേട്ടിരുന്നില്ല. കയ്യൊക്കുണ്ടായിരുന്നവരുടെ എല്ലാം കൈക്കരുത്ത് തളർത്തിയ വചനങ്ങളായിരുന്നു അത്. ഈ വചനകർത്താവ് ഇന്നില്ലെങ്കിലും അതിൻ്റെ ചുവട് പിടിച്ച് നീങ്ങുന്ന ഒരു ന്യായാധിപനെ ഇവിടെ കാണാം. ഒരു ദേശത്തിന്റെ നന്മയ്ക്കായി ഒരു കൂട്ടത്തെ നയിച്ച് നീങ്ങുന്ന ജനാധിപത്യ സംവിധാനത്തെ ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വിധികർത്താവ് ഫാദർ ആഷ്ലിൻ ജോസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയം വലിയതുറ പ്രദേശത്തെ സ്ഥാനാർത്ഥികളെല്ലാം ഒരുമിച്ച് കൂട്ടി അവരുടെ ഒരു കൂട്ടായ്മയും വികസന കാഴ്ചപ്പാടും ഇന്ന് രൂപീകരിക്കുകയുണ്ടായി. ഇത് എല്ലാമല്ല, ഇതിനകത്തുള്ള എല്ലാമല്ല. ഇനിയാണ് ശരിക്കുമുള്ള വിഷയങ്ങളിലോട്ട് നമ്മൾ കടക്കുന്നത്. ഇതൊരു ആമുഖമായിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ്, ഒരു ഉദാഹരണം മാത്രമാണ് തരുന്നത്. ഇനി ശരിക്കുമുള്ള വിഷയങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടപെട്ട് ഇനി ശരിക്കും പഠിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാകും. നാളിതുവരെ കുറേയധികം വലിയ വീടുകളാണ് നഷ്ടപ്പെട്ടു പോയത്. ഇനി അത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയാണോ മറ്റെന്തെങ്കിലും ഇതൊക്കെയാണോ അത് മറ്റൊരു വശം. പക്ഷെ ഇവിടെയുള്ള വീടുകളെല്ലാം സംരക്ഷിക്കപ്പെടണം. ആൾക്കാരുടെ ഭവനങ്ങൾ ഇനി നഷ്ടപ്പെടാൻ പാടില്ല. ഇനിയും കുറേയധികം ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ എവിടെയെങ്കിലും ക്യാമ്പിൽ ഇങ്ങനെ തീരദേശത്ത് വീട് നഷ്ടപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്താണ്. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം. വലിയതര മാർക്കറ്റ് വിപുലീകരിച്ച് മത്സ്യ കച്ചവടത്തിനും മറ്റ് കച്ചവടത്തിനുമുള്ള സൗകര്യം മെച്ചപ്പെടുത്തണം. വലിയതര തീരദേശ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ വികസനം നിങ്ങളുടെ അജണ്ടയായിട്ട് ഇന്ന് മാറണം. വലിയതുറയിലെ മാലിന്യ സംസ്കരണത്തിനുള്ള പ്രതിവിധി അത് കാര്യക്ഷമമായിട്ട് നടത്തണം. കുടിവെള്ളം, വെളിച്ചം എന്നിവ എല്ലാ വഴികളിലും എല്ലാ വീടുകളിലും ലഭ്യമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തീരദേശത്ത് വസ്തുകരം ഉള്ളവർക്കെങ്കിലും വീട് വയ്ക്കുന്നതിനുള്ള പെർമിറ്റ് നൽകാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. തൊഴിലവസരങ്ങൾ പൊതുജന ശ്രദ്ധയിൽപ്പെടുത്തണം. കാരണം അത് നമ്മൾ പൊതുവായിട്ട് ജനങ്ങളെ തൊഴിൽ മേഖലയിലേക്ക് കുറച്ചുകൂടി അടുപ്പിക്കണം. യുവജനങ്ങളൊക്കെ എല്ലാം കൈപിടിച്ചുയർത്തണം. യഥാസമയം വാർഡ് സഭ വിളിച്ചു കൂട്ടുകയും ബന്ധപ്പെട്ടവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചെയ്യണം. കോർപ്പറേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതാത് വാർഡിലെ താമസക്കാരുടെ സംഘടനയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 15 പേര് എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ അസോസിയേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന 15 പേര് വാർഡ് കമ്മിറ്റിയിൽ ഉണ്ടാകും. വാർഡിലെ വിവിധ തൊഴിലാളികളെ
പ്രതിനിധീകരിക്കുന്ന 5 പേര് എന്ന് പറഞ്ഞാൽ വിവിധ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. മത്സ്യത്തൊഴിലാളികളെ വിളിക്കാം, മറ്റ് ഓട്ടോ ഡ്രൈവേഴ്സോ അല്ലെങ്കിൽ ടാക്സി ഡ്രൈവേഴ്സോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിളിക്കാം. രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയനിൽപ്പെട്ട 5 പേര് നമ്മൾ നിർബന്ധമായിട്ടും ഉൾപ്പെട്ടിരിക്കും. അത് നമുക്കറിയാം. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ അറിവ് ഇപ്പം ഇടവകയിലും അവിടെയും കുറേ പേരൊക്കെ ഉണ്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അപ്പം അവരെയും അറിയിക്കണം. അതോടൊപ്പം തന്നെ പൊതുജനത്തിന് ഉപകാരപ്രദമായിട്ടുള്ള എല്ലാ ക്ഷേമ വികസന പദ്ധതികളും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന വിവരങ്ങൾ ജനങ്ങളെ ഈ ഒരു കൂട്ടായ്മ വഴി ലക്ഷ്യം വെച്ചത് എല്ലാ സ്ഥാനാർത്ഥികളുടെയും അവരുടേതായിട്ടുള്ള വികസന കാഴ്ചപ്പാടുകൾ ജനമധ്യേ അവതരിപ്പിക്കണം. വ്യത്യസ്ത ആംഗിളിലൂടെയാണ് ഓരോ വ്യക്തിയും വികസനം നോക്കിക്കാണുന്നത്. പലരുടെയും വ്യത്യസ്തമായിട്ടുള്ള ആംഗിളുകൾ ഒരുമിച്ച് ചേർത്ത് ഈ പ്രദേശത്തിന്റെ സമഗ്രമായിട്ടുള്ള ഒരു വികസനം ലക്ഷ്യം വയ്ക്കുന്നതാണ് ഈ കൂട്ടായ്മ. മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടെ സന്നിധിയായിരിക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികൾ, സഹോദരി സഹോദരന്മാർ, കോർപ്പറേഷനും സംസ്ഥാന സർക്കാരും മാറി മാറി ഭരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ നാട്ടിലെ വികസനങ്ങളെ അട്ടിമറിക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ നാടിനെ മോചിപ്പിക്കാൻ വലിയതുറയെ വീണ്ടും തിരുവനന്തപുരത്തിൻ്റെ പ്രാധാന്യമുള്ള ഒരു വാർഡാക്കി മാറ്റാൻ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ആയി മത്സരിക്കുന്ന ഞാൻ ലക്ഷ്യമിടുന്നു. ഞാൻ രാഷ്ട്രീയക്കാരനായി പറയുന്നില്ല, എന്നാലും ഈ നാടിൻ്റെ മകനായ കുറേ വികാരങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഒന്നാമതായി നമ്മുടെ നഗരസഭ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ എല്ലാം ഈ വാർഡിലേക്ക് കൊണ്ടുവരാൻ ഞാൻ മുൻപന്തിയിലുണ്ടാകും. അതുപോലെ തന്നെ പുതിയ പദ്ധതികൾ നമ്മുടെ ഈ പ്രദേശത്ത് കൊണ്ടുവന്ന് നമ്മുടെ നാടിനെ ഒരു സമൂഹത്തിൻ്റെ ഒരു മാതൃകാ വാർഡായി മാറ്റുന്ന കാര്യത്തിൽ ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ കാഴ്ചപ്പാടുകളും വികസന പ്രവർത്തനങ്ങളും എന്ന് പറയുന്നത് ഈ നാട്ടിലെ വലിയതുറ വാർഡിലെ ഓരോ വോട്ടേഴ്സിൻ്റെയും വികസന പ്രവർത്തനങ്ങളും കാഴ്ചപ്പാടുകളുമാണ്. അതിലൊരു സംശയവുമില്ല. എല്ലാ ജനങ്ങളുടെയും കൂട്ടായ്മയോടുകൂടി ഒരു പ്രദേശത്ത് ചർച്ച ചെയ്ത് അവരോടൊപ്പം നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു വികസനമാണ് ഇവിടെ വേണ്ടത്. അതിൽ തീരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. തീരം നഷ്ടപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ഭവനങ്ങൾ കുറേയധികം നഷ്ടമായിട്ടുണ്ട്. ഇനി മുതൽ ഭവനം നഷ്ടപ്പെടാൻ പാടില്ല, തീരവും നഷ്ടപ്പെടാൻ പാടില്ല. അതിനുതകുന്ന വിവിധ പദ്ധതികൾ സർക്കാർ ആസൂത്രണം ചെയ്യണം. അത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സ്ഥാനാർത്ഥികൾ അത് ഏറ്റെടുത്ത് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തേണ്ടതും അത്യാവശ്യമാണ്. വലിയതുറ പാലം നോക്കിയാൽ ഇന്നത്തെ അവസ്ഥ മനസ്സിലാവും. എനിക്കൊരവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പുലിമുട്ട് സ്ഥാപിച്ചുകൊണ്ട് അവർക്ക് വിഴിഞ്ഞത്ത് പോയി മീൻ വിൽക്കാനുള്ള ഇട ഉണ്ടാക്കാതെ വലിയതുറ തന്നെ അവരുടെ സ്വന്തം കാര്യം അവർക്ക് ഇവിടെ നിന്നും കടൽക്ഷോഭ കാലത്ത് മത്സ്യബന്ധനം നടത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്തും എന്നുള്ളതാണ് എനിക്ക് മുഖ്യമായി പറയാനുള്ളത്. ഞാൻ കൗൺസിലറായി വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഡ്രെയിനേജും വേസ്റ്റ് മാനേജ്മെൻറ്റുമാണ്. നമുക്കിപ്പോൾ അറിയാം, നമ്മൾ ഓരോ മേഖലയിൽ ചെന്ന് കഴിഞ്ഞാൽ കുന്നുകൂടി കിടക്കുകയാണ്. മാരകമായ രോഗങ്ങൾ, മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മൂക്ക് പൊത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോ വഴിയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ആദ്യം ഡ്രെയിനേജ് സൗകര്യം കൊണ്ടുവരേണ്ട സംവിധാനങ്ങൾ നടപ്പിലാക്കും. രണ്ടാമത് വേസ്റ്റ് മാനേജ്മെൻറ്റ്. നമ്മുടെ വലിയതുറയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കാരണം നമ്മുടെ മേഖലയിൽ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റുകൾ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. അതിനെ മുഖ്യധാരയിൽ കൊണ്ടുവരേണ്ട നടപടികൾ സ്വീകരിക്കും. ജനകീയ രോദനത്തിന്റെ നേർക്കാഴ്ചകളും അവരുടെ ചില വിഷയങ്ങളും ജനസേവകരുടെ കാഴ്ചയ്ക്കായി റിയൽ TV ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. വേസ്റ്റ് കൊണ്ടിട്ടിട്ട് കോരി അപ്പുറത്തിട്ട് അത് നാറ്റെടുത്ത് നമുക്ക് ഇരിക്കാൻ ശ്വസിക്കാൻ ഒക്കുന്നില്ല. കാറ്റ് അടിക്കുമ്പോൾ ഞങ്ങൾ ഛർദ്ദിച്ച്, ഞങ്ങൾ വയസ്സെന്ന് ഞാൻ 65 വയസ്സായ എനിക്കാണെങ്കിൽ പണ്ട് അറ്റാക്ക് വന്ന ഞാനാണ്. എനിക്ക് ഇത്തിരി സഹിക്കാൻ ഒക്കുന്നില്ല. ഈ ടാങ്ക് പൊട്ടി തന്നെ ഒരു എത്ര വട്ടം ടാങ്ക് പൊട്ടി. എല്ലാവരും പൈസ ഇട്ടാണ്, ഉള്ളവർ കൊടുക്കും, ഇല്ലാത്തവർ ഇതാക്കും.
കടൽ വരുമാനമാണ്. നമുക്ക് കറണ്ട് ബില്ല് നോക്കണം, വെള്ള ബില്ല് നോക്കണം, ഈ വീടുകളുടെ ഇത് നോക്കണം, പിന്നെ ഈ വേസ്റ്റ് ഇതൊക്കെ പോകണ അതിനുള്ള പൈസകൾ നോക്കണം. അപ്പോൾ നമ്മൾ മക്കളുടെ ചിലവ്, നമ്മുടെ മക്കളിനുള്ള കാര്യം നോക്കുമോ ഇല്ല മറ്റേതാണോ നോക്കും. മാലിന്യം സംസ്കരണം ഒരു വിഷയമാണ്. ഈ പ്രദേശം വളരെ ഭംഗിയായി വൃത്തിയായി സൂക്ഷിക്കേണ്ട ആവശ്യകതയുണ്ട്. എല്ലാ മനുഷ്യർക്കും അവിടെ വസിക്കുന്നവർക്കും അതിൻ്റേതായിട്ടുള്ള അന്തസ്സുണ്ട്. ജനങ്ങൾ നല്ല ആരോഗ്യത്തോടെ ജീവിക്കണം. മാലിന്യ സംസ്കരണ പദ്ധതികൾ ഇവിടെ ഉണ്ടാകണം. അതിനുള്ള വഴികൾ സർക്കാർ തന്നെ തുറന്നു തരികയും വേണം. പിന്നെ എൻ്റെ പ്രധാനപ്പെട്ട വികസനം എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ നിലവിൽ ഭീമാപള്ളി ഈസ്റ്റ് വാർഡിൽ ഒരു അക്ഷയ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തുടർ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ നമ്മുടെ വാർഡിൽ ഒരു മിനി ഹാർബർ തുടങ്ങണം. പിന്നെ തൊഴിൽ മേഖലയിൽ വളരെയധികം പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരണം. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പിന്നോട്ട് നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരണം. ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോടൊപ്പം ഒരു കൗൺസിലർ എന്ന അധികാര പരിധിയിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാം നിങ്ങളോടൊപ്പം നിന്ന് ഞാൻ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു. എൻ്റെ പ്രദേശത്ത്, അതായത് ഭീമാവലി മുതൽ തെക്കാപ്പള്ളി മുതൽ വലിയതുറ കർപ്പായ റോഡ് വരെ കണ്ട കുറേ കാര്യങ്ങളുണ്ട്. മാലിന്യം കൂട്ടിക്കിടക്കുന്നത്. ഇതിൻ്റെ ഒരു മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യും. നമ്മുടെ ഈ വാർഡിൽ 60 വയസ്സ് പ്രായമായ എല്ലാവർക്കും LDF ഗവൺമെൻറ് നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ പ്രതിമാസം ഇപ്പോൾ 1500 രൂപ ആക്കിയിരിക്കുകയാണ്. അതെല്ലാം ആ പദ്ധതിക്ക് ഞാൻ മുൻകൈ എടുക്കുമെന്ന് ഞാൻ ഉറച്ചു പറയുകയാണ്. ഒത്തിരി പേര് ഭവനം നഷ്ടപ്പെട്ട് ഭവനമില്ലാതെ ക്യാമ്പുകളിൽ വർഷങ്ങളായി കഴിയുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ വീട് നഷ്ടപ്പെട്ട് ഇത്രയധികം ആൾക്കാർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ വലിയതുറ പ്രദേശത്തായിരിക്കും. വർഷങ്ങളായി ഭവനമില്ലാതെ ക്യാമ്പുകളിൽ കഴിയുന്ന, അവിടെ ആരോഗ്യനില, മാനസിക നില, അവിടെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഞാനൊരു കൗൺസിലറായി കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൻ്റെ ആരോഗ്യാവസ്ഥ വളരെ ശോചനീയമാണ്. അതിനെ വിപുലീകരിക്കുക എന്നതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം. അത് കഴിഞ്ഞ് പാർപ്പിടമില്ലാതെ ബുദ്ധിമുട്ടുന്ന നമ്മുടെ അമ്മമാർക്കും പ്രായമായ മക്കളുടെ ഭദ്രതയില്ലായ്മ കാരണം ഭവനം ഇല്ലാതെ പല സ്ഥലങ്ങളിലും താമസിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഭവന പദ്ധതി പ്രകാരം അവർക്ക് ഭവനങ്ങൾ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ, കെട്ടുറപ്പുള്ള ഒരു ഭവനം തന്നെ ഉണ്ടാക്കാനുള്ള സംവിധാനം ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. പ്രസംഗിക്കാൻ അറിഞ്ഞൂടാ, എന്നാൽ ഞാൻ തീരദേശത്തുള്ളതാണ്, തീരദേശത്തിൻ്റെ മകളാണ്, തീരദേശത്തിൻ്റെ അമ്മയാണ്. ഇവിടുത്തെ കുറവുകളും കൂടുതലും എനിക്ക് നല്ലവണ്ണം അറിയാം. അതിലൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. എൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ 6 വർഷം ഫിഷറി സ്കൂളിൽ കിടന്ന വ്യക്തിയാണ്. എനിക്ക് വീടില്ലാതെ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് എന്നെക്കൊണ്ട് എന്ത് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റും. അവർക്ക് വീടാണ് ഇതാണെങ്കിൽ ആ വീടിൻ്റെ കാര്യവും പിന്നെ കടൽ ഭിത്തി ഇടുന്ന കാര്യം, ഇതിനെല്ലാം മുൻകൈയായിട്ട് ഞാൻ നിൽക്കുമെന്ന് പറയുന്നു. പിന്നെ നഗരസഭയിൽ നിന്ന് എന്തൊക്കെ കിട്ടാമോ അതെല്ലാം എല്ലാ ജനങ്ങൾക്കും എത്തിച്ചു കൊടുക്കുമെന്നും വാക്കും ഉറപ്പും ഞാൻ നൽകുന്നു. ഒരു സാധാരണക്കാരിയാണ് എന്നും എല്ലാവരോടൊപ്പം ഉണ്ടാകുമെന്ന് മാനസികമായ ഒരു ഉറപ്പ് എടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. പാർപ്പിട സൗകര്യമില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ എൻ്റെ വാർഡിലുണ്ട്. ഞാൻ എൻ്റെ വാർഡിൽ നിന്നും പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കൊക്കെ പാർപ്പിട സൗകര്യം ലഭിക്കുക എന്ന പ്രവർത്തനത്തിനായിരിക്കും. ഇത്തരം കാര്യങ്ങളിലൂടെ കുറച്ചധികം ജനങ്ങളുടെ വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യട്ടെ. ജനപങ്കാളിത്തം ഉറപ്പുവരുത്തി തന്നെ എല്ലാ വികസന പ്രവർത്തനങ്ങളും നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മാനവഹൃദയരുടെ നന്മയ്ക്കായി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു നല്ല യോദ്ധാവിൻ്റെ അങ്കണത്തിൽ വെച്ച് തന്നെ ഓരോ ജനകീയനും ജനങ്ങളുടെ ഭാഗമായി തീരട്ടെ. അവരുടെ രോദനങ്ങളിൽ, വേദനകളിൽ ഒരു സാന്ത്വനമാകാൻ, അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഒരു ജനകീയന് കഴിഞ്ഞാൽ അവരുടെ സമ്മതിദാനമായി എന്ന് നമുക്ക് ഉറപ്പിക്കാം. എല്ലാം നന്മയ്ക്കാകട്ടെ.